കുറ്റം ചുമത്തപ്പെട്ടവർ നിരപരാധികളെന്ന് വിട്ടയക്കുന്നു. കോർട്ട് അവരെ വെറുതെ വിട്ടിരിക്കുന്നു. അന്ന് അവളെ കണ്ടപ്പം തന്നെ ഞാൻ റേപ്പ് ചെയ്ത് കൊന്നു. ഇന്ന് അവളെ കാണുമ്പോൾ തന്നെ കീക്ക് കേറാ. മനസ്സിന് കൺട്രോൾ ഇല്ലാതെ പോകുന്നു. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. പുറത്തേക്ക് വന്ന അതിനിടയ്ക്ക് തന്നെ വേണോ? ഈ പറഞ്ഞത് അവളെ ഒന്ന് നോക്കിയിട്ട് പറ. നോക്കി നിന്നാ പോരടാ, വാ പോകാം. നിനക്കിത് തീർച്ചയായും മനസ്സിലാവില്ല. മനസ്സിലായില്ലല്ലേ? എന്താ പറയുന്നത് നിന്റെ ആള്? എല്ലാം ഒക്കെയാണ്, പക്ഷെ ഇനിയും കുറച്ച് സമയം വേണമെന്ന് പറഞ്ഞു. ടൈം വേണോ? ഇത്രയ്ക്ക് സൗന്ദര്യമുള്ള നിന്നെ തന്നെ അവൻ വെയിറ്റ് ചെയ്യിക്കുക. എന്തൊരു മണ്ടനവൻ. എനിക്കിനി വെയിറ്റ് ചെയ്യാൻ പറ്റില്ലടാ. അങ്ങനെയൊന്നും ഇല്ല. നാളെ ഇനി മീറ്റ് ചെയ്യാന്ന് ഞാൻ പറഞ്ഞു. എവിടെ? സീക്രട്ട്. സീക്രട്ടോ? അമ്മേ, ഫോൺ ചാർജിലിട്ടിട്ടുണ്ട്. ഞാൻ പുറത്തു പോയിട്ട് വരാേ. ആരും കാണാത്ത പോലെ നിർത്തിയിട്ട് വാ. ആരും ഇല്ലെന്നാ തോന്നുന്നേ. സമ്മതിച്ച 5 മിനിറ്റ്, അല്ലെങ്കിൽ 1/2 മണിക്കൂറാ. ഞങ്ങൾക്ക് ഇതൊന്നും പുതിയതല്ല.
ശ്രാവണി, മോളുടെ പേരെന്താ? ഞാൻ ആണുങ്ങളോട് സംസാരിക്കില്ല. എന്തിന്? എനിക്ക് ആണുങ്ങളെ ഇഷ്ടമല്ല. പക്ഷെ മോളുടെ അച്ഛനൊരു ആണാണല്ലോ. എന്റെ അച്ഛനൊരു നല്ലവനായതുകൊണ്ടാണ് ദൈവം അദ്ദേഹത്തെ നടക്കാൻ പറ്റാതെ ആക്കിയത്. നേഴ്സ്, ഈ മോളെയും കൂട്ടി നിങ്ങളൊന്ന് കുറച്ചു നേരം പുറത്തു നിന്നേ. ഓക്കെ ഡോക്ടർ. എന്റെ അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞു സർ. അവളുടെ ഭർത്താവ് കാരണം അവളുടെ ജീവിതം തന്നെ നശിച്ചു. അപ്പോൾ മുതൽ അവൾ വളരെ അസ്വസ്ഥയാണ്. അവിടെ തന്നെ ജീവിച്ച അവൾ എന്തേലും കടുങ്കൈ ചെയ്യുമെന്ന് കരുതി ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവന്നു. എന്നാൽ അതിനുശേഷം എന്റെ അനിയത്തി എന്റെ ആമക്കളെ കണ്ടുകഴിഞ്ഞാൽ വളരെ ദേഷ്യത്തിലാണ് പെരുമാറാറുള്ളത്. എന്നാൽ കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം എന്റെ അനിയത്തി മരിച്ചുപോയി. എന്റെ ഭർത്താവിന്റെ കാൽ പോവാനുള്ള കാരണവും എന്റെ അനിയത്തിയുടെ ഭർത്താവാ. ഈ എല്ലാ കാര്യങ്ങളും എന്റെ മോളുടെ മുന്നിൽ വെച്ച് നടന്നത്. അതായത് ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾ എന്താണോ കാണുന്നതും കേൾക്കുന്നതും പിന്നീട് അതുപോലെ തന്നെ ഇരിക്കണം എന്ന് അവരുടെ മൈൻഡ് ഫിക്സ് ചെയ്യും. കാരണം അവരുടെ ബ്രെയിൻ വളരെ ഷാർപ്പായിരിക്കും. കൊച്ചുകുട്ടികളെ എന്തൊക്കെ കാണിക്കണം, എന്തൊക്കെ കാണിക്കാൻ പാടില്ല, എവിടെ നിന്നൊക്കെ മാറ്റി നിർത്തണം, ഇതൊക്കെ രക്ഷിതാക്കൾ അറിഞ്ഞിരിക്കണം. വീട്ടിൽ നടക്കുന്ന പ്രോബ്ലംസും ചുറ്റിലും നടക്കുന്ന മോശം കാര്യങ്ങളും ഇതൊന്നും തന്നെ കുട്ടികൾ അറിയാതെ നിങ്ങൾ സൂക്ഷിക്കണം. നമ്മൾ പറയുന്ന വാക്കുകളിലൂടെയാണ് കുട്ടികൾ എങ്ങനെയാണ് വളരേണ്ടതെന്ന് സമൂഹത്തിൽ തീരുമാനിക്കപ്പെടുന്നത്. 2 കുട്ടികൾ ഇതുപോലെ തന്നെ മുന്നേ വന്നിരുന്നു. അതിലൊരു പയ്യന് രക്തം എന്ന് വെച്ചാൽ വളരെ ഇഷ്ടമാണ്. ഇതുപോലെ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഉണ്ടാവും. വളർന്നു വരുന്ന കുട്ടികളുടെ മാനസികാവസ്ഥ എങ്ങനെയാ ഉണ്ടാവുക എന്ന് നമ്മളെ കൊണ്ട് തീരുമാനിക്കാൻ പറ്റില്ല.